ഇപ്പം മിർസ ഗുലാം അഹമ്മദ് ഖാദിയാനിക്ക് സംഭവിച്ചത് അയാൾക്ക് മറ്റു ചില ആളുകൾ വിഷം കൊടുത്തതാണ്, ചില മരുന്ന് കൊടുത്തു, അങ്ങനെ ആക്കൽ നീങ്ങി എന്ന അഭിപ്രായമുണ്ട്. അപ്പോൾ അയാൾ നാളെ രക്ഷപ്പെടാം. അയാൾ ഭയങ്കര ആളാണ്. മിർസ ഗുലാം അഹമ്മദ് ഖാദിയാനി എന്ന് പറഞ്ഞാൽ ചരിത്രം കണ്ടതിലെ വലിയ ഉഷാറുള്ള ആളുകളിൽ ഒരാളാണ്. അതായത് അയാളെപ്പോലെ വാദപ്രതിവാദം നടത്തിയ, മറ്റുള്ളവരോട് വാദപ്രതിവാദം നടത്തിയ, ഖുർആനിൻ്റെ പേരിൽ വെല്ലുവിളിച്ച ഒരാൾ ഒരു 100-300 കൊല്ലത്തിനുള്ളിൽ ലോകത്തുണ്ടാവില്ല. അത്രയും വലിയ ആളാണ്. അവസാനം മറ്റു പല ആളുകളും ഈ വ്യക്തിക്ക് ചില മരുന്ന് കൊടുത്തു. ആ മരുന്നിൽ അയാൾക്ക് എന്ത് നീങ്ങി? അയാൾ നീങ്ങി എന്ന അഭിപ്രായം ചില പണ്ഡിതന്മാർക്കുണ്ട്. എന്നോട് ഖബീറായ ഒരാൾ പറഞ്ഞിട്ടുണ്ട്, മിർസ ഗുലാം അഹമ്മദ് ഖാദിയാനിയ കഫറാണെന്ന് നീ പറയത് കേട്ടോ. അതേസമയത്ത് ഖാദിയാനികൾ കഫറെന്ന് പറഞ്ഞ ആളാണ്. കാരണം അയാൾക്ക് എന്ത് സംഭവിച്ചതാകാം? പറയാം അക്കൽ നീങ്ങിയതാകാം. ഇവർക്ക് അക്കൽ നീങ്ങിയാലല്ലോ, ഇവരെല്ലാം കൂടി അവളം കുടിച്ചിട്ടില്ലല്ലോ. അയാൾക്ക് നാളെ രക്ഷപ്പെടാൻ ഒപ്പുണ്ട്. കാരണം അയാൾക്ക് എന്ത് പറ്റിപ്പോയിട്ടുണ്ടാവും? പറയാം എന്ത് ജുനൂനായി കഴിഞ്ഞാൽ മജ്നൂനു, ഭ്രാന്തന് മലക്കൾ എഴുതൂല. ഉണരുന്നവരെ മലക്കൾ എഴുതൂല. അൽ മജ്നൂന് ഹത്ത അഫാഖ, ബോധം തെളിയുന്നവരെ മലക്കൾ ഹത്ത യസ്ഹു. അയാൾ മനസ്സിലാവേണ്ട പറഞ്ഞത്, അയാൾക്ക് ബോധം തെളിയുന്നവരെ മജ്നൂന് മലക്കൾ എഴുതൂല. അയാൾ ആരാണ്? അക്കല് നീങ്ങി, മറ്റുള്ളവർ ചതിച്ചതാകാം, അല്ലെങ്കിൽ പിരാന്തായതാകാം, അങ്ങനെയൊക്കെ സംഭവിക്കോളൂ. ചേകനൂരിന് ഭ്രാന്തായാലും ചേകനൂരികൾക്ക് ഭ്രാന്താവില്ലല്ലോ. പറഞ്ഞ മനസ്സിലായി. സപ്പോസ് അങ്ങനെ വെക്കാം. അപ്പൊ അയാൾക്ക് വിടുതി ഉണ്ടാവും, മറ്റൊരു വിടുതി ഉണ്ടാവില്ല.